ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പിരിച്വൽ ജേണി. വളരെ പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ അത്ഭുതകരമായിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നോക്കാനാണ് ഇന്നത്തെ റീഡിംഗ്. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ എന്തോ ഒരു ലൂപ്പിൽ അകപ്പെട്ടു പോയിരിക്കുകയാണ്. നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ഈ ലൂപ്പിൽ നിന്ന് പുറത്തു വരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല എന്നാണ്. അതായത് നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും കറങ്ങിത്തിരിഞ്ഞ് ആ ലൂപ്പിൽ തന്നെ വന്ന് വീഴുന്നുകൊണ്ടേയിരിക്കുന്നു. എത്ര ശ്രമിച്ചിട്ടും അതിൽ നിന്ന് പുറത്തു വരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല. ഇവിടെ നിങ്ങൾ ആരുടെയെങ്കിലും ഹെൽപ്പ് ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് സ്വയം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ആരെങ്കിലും എന്നെ ഇതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ സഹായിച്ചെങ്കിലെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഇവിടെ ഈ ഒരു സ്ഥിതിയിൽ ദൈവം നിങ്ങളെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കാണും അതിന്. ഒരു കാരണമില്ലാതെ ദൈവം ഒരിക്കലും ഇങ്ങനെ ചെയ്യത്തില്ല. ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ഒട്ടും തന്നെ ഏകാഗ്രത ഇല്ല, എനിക്കറിയാം. ഒട്ടും തന്നെ നിങ്ങൾക്ക് ജോലിയിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണുള്ളത്. അപ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് റിലാക്സ് ആവുക. അതായത് നിങ്ങൾ പിന്നെയും ചിന്തിക്കൂ, എവിടെയാണ് നിങ്ങൾക്ക് തെറ്റ് പറ്റിയത്, നിങ്ങളുടെ ആ ഒരു സ്ഥിതി എന്താണോ അതിനെ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കൂ. എന്നിട്ട് കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് നോക്കൂ, എവിടെയാണ് നിങ്ങൾക്ക് തെറ്റ് പറ്റിയത് എന്ന്. ഒരു ലൂപ്സിൽ നിന്ന് പുറത്തു വരേണ്ട ആ ഒരു ചാബി നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളാണ് ഇതിനുള്ള സമാധാനം കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾക്ക് സ്വയം നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. അതിന് നിങ്ങൾ ആദ്യം നിങ്ങളെ മനസ്സിലാക്കുക. ഇവിടെ ഇതിൽ നിന്ന് പുറത്തു വരേണ്ട വഴി എന്താണ് ദൈവം മുന്നേ തന്നെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങളത് മനസ്സിലാക്കിയാൽ മാത്രമേ അതിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കത്തുള്ളൂ. എന്ത് കാര്യവും ഒരു കാരണമില്ലാതെ ഉണ്ടാവത്തില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. എന്തോ നിങ്ങളുടെ നന്മ ഈ ഒരു കാര്യത്തിലുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ലായിരിക്കും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഇവിടെ ഒരു പ്രാവശ്യം നിങ്ങളുടെ ആ ഒരു പ്രശ്നത്തിന് സമാധാനം കണ്ടുപിടിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല എങ്കിൽ വീണ്ടും ശ്രമിക്കുക, വീണ്ടും ചിന്തിക്കുക. നിങ്ങൾ എവിടെയാണ് നിങ്ങൾക്ക് തെറ്റ് പറ്റിയത്, എങ്ങനെ ചെയ്താലാണ് ഇതിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുക എന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരം ഉറപ്പായിട്ടും ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു നല്ല ഒരു ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോവുകയാണ്. അതായത് നിങ്ങളുടെ ആ ഒരു പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നിങ്ങൾ കണ്ടുപിടിക്കും. അതിലൂടെ നിങ്ങളുടെ ലൈഫിലൊരു ചേഞ്ച് വരും. ഇവിടെ നിങ്ങളുടെ മനസ്സിലിപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു എന്തോ ഒന്ന് നിങ്ങൾക്ക് നഷ്ടപ്പെടുവാൻ പോകുകയാണ് എന്ന്. ഒന്നും നിങ്ങൾക്ക് നഷ്ടപ്പെടത്തില്ല. പിന്നെ ഡെസ്റ്റിനി ആഗ്രഹിക്കുന്നത് നിങ്ങൾ തന്നെ ഇതിൽ നിന്ന് പുറത്തു വരുവാനുള്ള ശ്രമങ്ങൾ തുടരണമെന്നാണ്. ഇവിടെ നിങ്ങളെ കൊണ്ട് പറ്റിയാലും ഇല്ലെങ്കിലും ഈ ഒരു പ്രകൃതി ആഗ്രഹിക്കുന്നത് നിങ്ങൾ ശ്രമിക്കണമെന്നാണ്. നിങ്ങൾ ഒറ്റയ്ക്ക് ശ്രമിച്ചാൽ മാത്രമേ ഇതിനുള്ള പരിഹാരം സാധിക്കത്തുള്ളൂ എന്നാണ് പ്രകൃതിയും ഡെസ്റ്റിനിയും ഈ ഒരു യൂണിവേഴ്സും എല്ലാം ആഗ്രഹിക്കുന്നത്. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, നമ്മൾ തന്നെ സ്വയം പ്രയത്നിച്ചാലേ അതിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ ഒരു ലൂപ്പിൽ നിന്ന് പുറത്തു വരുന്നതാണ്. ഇവിടെ ഈ ഒരു പ്രശ്നത്തിൽ നിന്നും നിങ്ങൾ പുറത്തു വരികയാണെങ്കിൽ ഇനി ഒരിക്കലും നിങ്ങൾക്ക് ഒരു പാറ്റേൺ വീണ്ടും അനുഭവിക്കേണ്ടി വരത്തില്ല. ഇവിടെ നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കുന്നതാണ് ഈ ഒരു കാര്യത്തിൽ. ഇവിടെ ഈ ഒരു സമയം ഇങ്ങനെയാണ്. അതായത് ഈ ഒരു സമയം നിങ്ങൾ പ്രസന്നമായിട്ടിരിക്കാൻ ശ്രമിക്കും. നിങ്ങൾ സ്വയം നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. കൂടാതെ എന്ത് പ്രശ്നമാണോ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ആ ഒരു പ്രശ്നത്തിനെ നിങ്ങളിൽ നിന്ന് ഓട്ടിച്ചു വിടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് എന്നേക്കുമായിട്ട് ഒരു പ്രശ്നത്തിനെ നമ്മൾ ഓട്ടിച്ചു വിടത്തില്ല, ഇനി എൻ്റെ ജീവിതത്തിലേക്ക് വരരുത് നീ എന്നുള്ള രീതിയിൽ, അങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നെഗറ്റിവിറ്റി എന്തായാലും നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ സ്വയം നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് ഒന്നും സാധിക്കത്തില്ല എന്ന് വിചാരിക്കരുത്. ഉറപ്പായിട്ടും നിങ്ങളെ കൊണ്ട് സാധിക്കും. നിങ്ങൾ ഒരിക്കലും തളർന്നിരിക്കുന്ന ഒരു വ്യക്തിയല്ല. നിങ്ങൾ സാഹസികരായിട്ട് ഉള്ള വ്യക്തിയാണ്. എന്ത് ചലഞ്ചേഴ്സിനെയും ഫേസ് ചെയ്യാൻ പറ്റിയ ഒരു സാഹസികത നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഇന്നലത്തെ റീഡിങ്ങിൽ ഞാൻ പറഞ്ഞു, സിറ്റുവേഷൻസ് എന്തായിക്കൊള്ളട്ടെ നിങ്ങൾ അതിനെ ഫൈറ്റ് ചെയ്ത് നിങ്ങളുടെ ഫേവറിലാക്കും. അങ്ങനെ ഒരു ആളാണ് നിങ്ങൾ. ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സംഘർഷങ്ങൾ ഉള്ളതായിട്ട് തോന്നും. പക്ഷേ ഈ ഒരു സംഘർഷങ്ങൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫേവറായിട്ട് മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ എന്ത് കാര്യത്തെ കാരണമാണോ നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നത്, ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിജയം ഉണ്ടാകും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു കാര്യം സഡനായിട്ട് ഉണ്ടാകും. അതായത് കാര്യങ്ങൾ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നിങ്ങളുടെ ഫേവറായിട്ട് മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ക്യാഷ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ഒരു സഹായം ഈ ഒരു സമയം ഉണ്ടാവും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഡിവൈൻ ടൈം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതായത് നിങ്ങളുടെ ആ ഒരു കുടുംബത്തിൽ പൈസ ഇല്ലാത്തത് കാരണം ഭയങ്കരമായിട്ട് നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. അല്ല എങ്കിൽ ക്യാഷ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും സാഹചര്യം നിങ്ങൾക്ക് ഫേവർ അല്ലാതെ നിങ്ങൾക്ക് മോശമായി മാറിയിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് ഫേവറായിട്ട് ആ ഒരു സാഹചര്യം മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് ക്യാഷ് റിലേറ്റഡ് ആയിട്ട് എന്താണോ അതിൻ്റെ ആ ഒരു ജഡ്ജ്മെൻറ്റ് നിങ്ങൾക്ക് ഫേവറായിട്ട് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്.
നിങ്ങൾ ഏത് രീതിയിലാണോ മാനിഫെസ്റ്റേഷൻ ചെയ്തത് ആ രീതിയിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഫേവറായിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇത് സഡൻ ആയിട്ടായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നത്. ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലൂടെ പ്രമോഷൻ ലഭിക്കും, ഇല്ലെങ്കിൽ നിങ്ങൾ ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ലഭിക്കും നിങ്ങൾക്ക്. ഇനി നിങ്ങൾ ബിസിനസ് ചെയ്യുകയാണ്, നിങ്ങൾക്ക് ബിസിനസ്സിൽ ഒരു ഗ്രോത്തും കിട്ടുന്നില്ല എങ്കിൽ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാകും. ഇനി ഓൺലൈൻ ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ അതിലും നിങ്ങൾക്കൊരു നല്ല ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ജോലി എന്തായിക്കൊള്ളട്ടെ അതിലൊരു ബൂസ്റ്റിംഗ് ഉണ്ടാവും. അതായത് നിങ്ങളുടെ ജോലി നല്ല രീതിയിൽ മുന്നോട്ട് പോകും ഗ്രോത്തോടു കൂടി. അതായത് സഡൻ ആയിട്ടായിരിക്കും ഇത് സംഭവിക്കുന്നത്. നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റേഷൻ ചെയ്തത് അത് സഡൻ ആയിട്ട് സംഭവിക്കുന്നതായിട്ട്. ഇവിടെ നിങ്ങൾ മിക്കവാറും ആൾക്കാരും ഇന്നലത്തെ റീഡിങ്ങിൽ പറഞ്ഞു നിങ്ങൾ പറയും പോലെ എന്നും കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന്. പക്ഷെ ഉറപ്പായിട്ടും നടക്കും. നിങ്ങൾ അങ്ങനെ വിശ്വസിക്കൂ, പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കൂ. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതായിരിക്കും നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കൂ. ഇവിടെ എന്ത് വലിയ അസംഭവ്യമായിട്ടുള്ള കാര്യമായാലും ഉറപ്പായിട്ടും സംഭവ്യമാകുന്നതാണ്. കാരണം പോസിബിലിറ്റി ഉണ്ട് ആ കാര്യം നടക്കാനുള്ള. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങളോട്. ഇവിടെ ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റും ചെയ്യും. ഞാൻ എന്തൊക്കെ കാര്യത്തിനാണോ പ്രതീക്ഷയെല്ലാം ഇല്ല, ഇനി ഒരു പ്രതീക്ഷയില്ല എന്ന് വച്ച് ഇരുന്നത് ആ കാര്യങ്ങൾ നടന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഉറപ്പാണ്, ഞാൻ ചുമ്മാ പറയുന്നതല്ല, റീഡിങ്ങിൽ വന്നതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇവിടെ സത്യം പറഞ്ഞാൽ ഭാഗ്യത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷമം അനുഭവിച്ച പല സാഹചര്യങ്ങളുമുണ്ട്. അപ്പോഴൊക്കെ നിങ്ങൾ ന്യായത്തിന് വേണ്ടി ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി നിങ്ങൾക്ക് ആ ഒരു ന്യായം ഉറപ്പായിട്ടും ലഭിക്കുന്നതാണ്. ഇവിടെ നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിനുമുള്ള പരിഹാരം നിങ്ങൾക്ക് തന്നെ ലഭിക്കുന്നതാണ്. കാരണം നമ്മൾ ചില കാര്യങ്ങൾ മറന്നു പോകും, എവിടെയാണ് വച്ചേക്കുന്നത്. നമ്മൾ എല്ലായിടവും അന്വേഷിക്കും, പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും ആ സാധനം കിട്ടും. അതേപോലെയാണ് നമ്മളുടെ പ്രശ്നങ്ങൾ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ നമ്മൾ ഒന്ന് നോക്കണം, എവിടെയാണ് നമുക്ക് തെറ്റ് പറ്റിയത്, എവിടെയാണ് പിഴവ് സംഭവിച്ചത് എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ചിന്ത വരും. അതായത് ഈ ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരത്തിലേക്ക് എത്തിക്കുന്ന ആ ഒരു ചിന്ത നിങ്ങളിൽ വരും. ഇവിടെ ലക്ഷ്മി ദേവിയുടെ ആശീർവാദം നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ, അതായത് കരിയറിൽ നിങ്ങൾക്ക് നല്ലത് സംഭവിക്കാൻ പോകുകയാണ്. ക്യാഷ് റിലേറ്റഡ് ആയിട്ട് എന്ത് പ്രശ്നമാണോ നിങ്ങൾ ഫേസ് ചെയ്യുന്നത്, നിങ്ങളുടെ ആ ഒരു പ്രശ്നം അവസാനിക്കുന്നതാണ്, നിങ്ങളുടെ ആ ചിന്ത അവസാനിക്കുന്നതാണ്. ഇവിടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മെജീഷ്യൻ്റെ കയ്യിൽ ഒരു പവറുണ്ട്. ആ ഒരു പവർ വെച്ച് അയാൾക്ക് അയാളുടെ പ്രോബ്ലംസ് എല്ലാം അവസാനിപ്പിക്കാം. പക്ഷെ അയാൾക്ക് അയാളുടെ പവർ മനസ്സിലായിട്ടില്ല എങ്കിൽ അയാൾ എന്ത് ചെയ്യും? ഇങ്ങനെ പവർ അന്വേഷിച്ചുകൊണ്ടിരിക്കും. അതേപോലെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ പ്രോബ്ലങ്ങൾക്ക് ഉള്ള അവസാനത്തിനുള്ള പവർ നിങ്ങളുടെ കയ്യിൽ തന്നെ ദൈവം തന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ എല്ലായിടും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ പവർ എന്താണ് എന്ന്. ഇവിടെ നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ പവർ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല എങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻസ് അങ്ങനെയാകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പവറിലേക്ക് എത്തും. നിങ്ങൾ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് നിങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നിങ്ങൾ പറയുക. ഒന്നും പറ്റൂലെങ്കിൽ അഫർമേഷൻസ് എങ്കിലും പറയുക നിങ്ങൾ. അതായത് എൻ്റെ ലൈഫ് ഇത്രയും നല്ലതായിട്ട് മാറിയതിന് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ്, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഇത്രയും നല്ലത് കാര്യങ്ങൾ സംഭവിച്ചതിന് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ്. അങ്ങനെ നല്ല അഫർമേഷൻസ് പറയുക. കൂടെ നിങ്ങളെക്കുറിച്ച് നല്ലത് കുറച്ച് പറയുക. നിങ്ങൾ വളരെ സാഹസികരാണ്, നിങ്ങൾക്ക് ആരെയും ഒരു പേടിയുമില്ല, നിങ്ങൾ നിങ്ങളുടെ ടാർഗറ്റിൽ എത്തിക്കഴിഞ്ഞു, നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് നിങ്ങൾ എത്തിക്കഴിഞ്ഞു, അങ്ങനെയൊക്കെ നിങ്ങൾ പറയുക. കാരണം നമ്മൾ സ്വന്തം കണ്ണിൽ നോക്കിയാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ആവും. ഇവിടെ കുറച്ച് കോൺഫിഡൻസിൻ്റെ കുറവ് നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ആ ഒരു എനർജി ഒന്ന് ബൂസ്റ്റ് ആയാൽ നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ കൂടുന്നതാണ്. എപ്പോഴാണോ ഒരു വ്യക്തി അവേക്കനിങ് ആവുന്ന അതുവരെ അവരുടെ ആ ഒരു പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അതായത് ഒരേ പാറ്റേൺ തന്നെ നമ്മൾ വീണ്ടും വീണ്ടും ഫേസ് ചെയ്യുന്ന അവസ്ഥ. പക്ഷേ നമുക്ക് അവേക്കനിങ് എപ്പോഴാണോ സംഭവിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു പാറ്റേണിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കും. അതായത് ഒരു വ്യക്തി അവരുടെ ചാപ്റ്റർ പൂർണ്ണമായിട്ടും പഠിച്ചാൽ മാത്രമേ അവരുടെ ആ ഒരു ചാപ്റ്റർ എൻഡായിട്ട് അടുത്ത ചാപ്റ്ററിലേക്ക് അവർക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ നിങ്ങൾ എപ്പോഴും ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ പ്രോബ്ലംസ് അവസാനിക്കണമെന്നാണ്. പക്ഷെ അവസാനിക്കാൻ വേണ്ടിയുള്ള ആ ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ ഉടലെടുത്താൽ മാത്രമേ ആ ഒരു പ്രോബ്ലംസ് അവസാനിക്കുകയുള്ളൂ. ഇവിടെ നിങ്ങളുടെ ആത്മവിശ്വാസം സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ നല്ല ഒരു ആത്മവിശ്വാസമുള്ള വ്യക്തിയാണ് നിങ്ങൾ. ഇവിടെ നിങ്ങൾ എപ്പോഴും കണ്ണാടിയുടെ മുന്നിൽ നിന്നുകൊണ്ട് നിങ്ങളെക്കുറിച്ച് നല്ലത് മാത്രം പറയുക എപ്പോഴും. അങ്ങനെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ആ ഒരു എനർജി ബൂസ്റ്റ് ആവും. അതിനു വേണ്ടിയാണ് ഞാൻ പറയുന്നത്.
അതായത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളുടെ സ്വന്തം ആളാണ് എന്ന് വിചാരിച്ച് നിങ്ങൾ കണ്ണാടിയിൽ നോക്കി സംസാരിക്കുക. അതായത് നിങ്ങളുടെ പ്രതിബിംബമാണ് കാണുന്നത്, പക്ഷെ അത് നിങ്ങളുടെ സ്വന്തം ആള് നമ്മൾ സംസാരിക്കത്തില്ലേ, നിങ്ങളുടെ ഹസ്ബൻഡിനോടോ അമ്മയോടോ അച്ഛനോടോ ഒക്കെ സംസാരിക്കത്തില്ല, അതേപോലെ നിങ്ങൾ സംസാരിക്കുക. ഞാൻ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞ എന്തിനെന്ന് വെച്ചാൽ നിങ്ങളുടെ കോൺഫിഡൻസ് കുറച്ചും കൂടെ കൂടാൻ വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞത്. ഇവിടെ ഈ രീതിയിലുള്ള ഒരു വ്യക്തി ഒരിക്കലും ആരെയും പേടിക്കത്തില്ല. കൂടാതെ ഒബ്സർവേഷൻ ചെയ്യാനുള്ള പവർ ഇവർക്ക് കൂടുതലായിരിക്കും മറ്റുള്ള വ്യക്തികളെയും കാട്ടി. അതായത് കാര്യങ്ങൾ ഒബ്സർവേഷൻ ചെയ്യാനും ആൾക്കാരെ ഒബ്സർവേഷൻ ചെയ്യാനുള്ള പവർ ഇവർക്ക് ഉണ്ടായിരിക്കും. ഇവർക്ക് ഓപ്പോസിറ്റ് ഒരു വ്യക്തി ഇവരോട് എന്ത് സംസാരിച്ചാലും ഇവർക്ക് മനസ്സിലാകും, അതായത് ശരിയാണോ തെറ്റാണോ അവർ പറയുന്നത് എന്ന് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടി പറഞ്ഞത്. എപ്പോഴാണോ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഊർജത്തിൻ്റെ പവർ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ മോശം ആൾക്കാരെയും മോശം സിറ്റുവേഷനെ എല്ലാം ഓട്ടിച്ചോട്ടിച്ച് വിടും. ഇവിടെ പൂർണ്ണമായി നെഗറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് തലയിൽ എന്തോ ഭാരമുള്ളതുപോലെ തോന്നുന്നു. അതായത് എന്തെങ്കിലും ജോലി ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ജോലി ചെയ്യാൻ തോന്നുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് തോന്നും കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടി കിടക്കുമ്പോൾ ഉറക്കം വരത്തില്ല. അങ്ങനെ കുറേ സമയം വേസ്റ്റായി പോവും. ശരീരത്തിൻ്റെ സുഖം കുറവ് കൊണ്ടാണോ എന്നറിയത്തില്ല, പക്ഷേ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ തോന്നും. പിന്നെ പുറമേ നിന്ന് ആൾക്കാർ നോക്കുമ്പോൾ നല്ല ആരോഗ്യമുള്ള ശരീരം, പക്ഷേ നിങ്ങൾ അനുഭവിക്കുന്ന എന്താണെന്ന് നിങ്ങൾക്കേ അറിയാവൂ. ഇവിടെ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു വീക്ക്നെസ് ഉണ്ടാവുന്നുണ്ട് എന്നാണ്. ഇവിടെ നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയും കുറച്ചു നേരം കിടക്കാം എന്നിട്ട് ജോലി ചെയ്യാമെന്ന്. ഇവിടെ നിങ്ങൾ എന്താണ് അനുഭവിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയൂ. പുറമേ ആൾക്കാർ നോക്കുമ്പോൾ നിങ്ങൾ വളരെ ആരോഗ്യവാനും ആരോഗ്യവതിയായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവർ വിചാരിക്കും നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല, നിങ്ങൾ ചുമ്മാ കയറി കിടക്കുകയാണ് എന്ന്, ജോലി ചെയ്യാൻ വയ്യാതെ. അപ്പോൾ ഇത് സിറ്റുവേഷൻസ് നിങ്ങളെ അവരുടെ മുമ്പിൽ തെറ്റുകാരാക്കുകയാണ്. പക്ഷെ നിങ്ങൾക്കറിയാം നിങ്ങൾ ഒരു തെറ്റും ചെയ്യുന്നില്ല, നിങ്ങളുടെ അവസ്ഥ കൊണ്ടാണ് നിങ്ങൾ കിടക്കുന്നതെന്ന്. പക്ഷെ അവർ നിങ്ങളെ തെറ്റിദ്ധരിക്കുന്നു. അതേപോലെ തന്നെയാണ് ചില സാധനങ്ങൾ വാങ്ങിച്ച് നിങ്ങളുടെ ക്യാഷ് നഷ്ടമാകുന്നത്. അതായത് നിങ്ങൾ വീട്ടിൽ ആ സാധനം വാങ്ങിക്കൊണ്ട് വരുമ്പോൾ ഒന്നുകിൽ ആ ഒരു സാധനം വളരെ മോശം ആകുന്നു, അതായത് ചീത്തയാകുന്നു, ഇല്ല എങ്കിൽ ആ ഒരു സാധനത്തിന് മറ്റുള്ള ആൾക്കാരെയും കാട്ടി കൂടുതൽ പൈസ അവർ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നു. പിന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്, അയ്യോ ഈ ഒരു സാധനത്തിന് ഇത്ര വിലയേ ഉള്ളൂ, എൻ്റെ ഇയാൾ ഇത്ര രൂപ വാങ്ങിച്ചല്ലോ എന്ന്. ഈ രണ്ട് പ്രശ്നങ്ങളും നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. അതായത് ക്യാഷ് ആവശ്യമില്ല നഷ്ടമായി പോകുന്നു, പിന്നെ ഈ ഒരു ഹെൽത്ത് ഇഷ്യൂ, അതായത് എപ്പോഴും കിടക്കുക, ശരീരത്തിൽ തലയിൽ ഒരു ഭാരം ഉള്ളതുപോലെ തോന്നുക. അതായത് ഈ ഒരു പാറ്റേണിൽ നിന്ന് പുറത്തു വരേണ്ട സമയം ആയിരിക്കുകയാണ്. ഇല്ലെങ്കിൽ വീണ്ടും വീണ്ടും ആ ഒരു ലൂപ്പിൽ കിടന്ന് തന്നെ നിങ്ങളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇവിടെ ചില വ്യക്തികളുടെ ആ ഒരു ഭാഗ്യത്തിൻ്റെ സപ്പോർട്ട് ഉള്ളത് കാരണം അവർക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സപ്പോർട്ടിലൂടെ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കും. ചില ആൾക്കാർക്ക് അങ്ങനെ ആയിരിക്കത്തില്ല, അവർക്ക് തന്നെ എന്തെങ്കിലും ഒരു തോട്ട്സ് വരും, എനിക്ക് ഇങ്ങനെ ചെയ്താൽ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുമെന്ന്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇത് ആലോചിച്ച് വിഷമിക്കരുത്, എനിക്കിത് നിന്ന് പുറത്തു വരാൻ സാധിക്കത്തില്ല എന്ന്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചിന്ത അല്ലെങ്കിൽ സപ്പോർട്ട് ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉറപ്പായിട്ടും ലഭിക്കും. കാരണം നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല എങ്കിൽ ദൈവത്തിന് പറ്റാതിരിക്കത്തില്ലല്ലോ, ദൈവത്തിന് ഉറപ്പായിട്ടും പറ്റും. കാരണം എല്ലാ പ്രശ്നങ്ങളുടെയും സമാധാനം ദൈവത്തിൻ്റെ കയ്യിലുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾ സെൻട്രൽ വരണമെന്നാണ്, എങ്കിൽ മാത്രമേ നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ആവുകയുള്ളൂ. നിങ്ങളുടെ ലൈഫിലെ പർപ്പസ് എന്താണോ അത് നിങ്ങൾ മനസ്സിലാക്കാനാണ് ദൈവം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നിങ്ങളെ കൊണ്ട് എത്തിക്കുന്നത്. ഇവിടെ ഒത്തിരി നിന്ദകൾ നിങ്ങൾ സഹിച്ചു, ഒത്തിരി ആൾക്കാർ നിങ്ങളെ വിഷമിപ്പിച്ചു. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് ഇനി നിങ്ങൾ ആ ഒരു നിന്ദകളും ആ ഒരു പ്രശ്നങ്ങളും ഒന്നും ഇല്ലാതെ നിങ്ങൾ സെൻട്രൽ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ നെഗറ്റിവിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മോചനം ലഭിക്കുന്നതായിട്ട്, ബ്ലാക്ക് മാജിക്കിൽ നിന്നൊരു മോചനം ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങളോട് സംസാരിക്കുന്ന വ്യക്തി ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ശുഭകാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ ഒരു ശുഭകാര്യങ്ങൾ നടക്കുന്നതായിട്ട്, നിങ്ങൾക്ക് വീട് വാങ്ങിക്കണമെന്നുണ്ട് എങ്കിൽ അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ പ്രോസസ്സിൽ ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇനി കുട്ടികൾ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുന്നതായിട്ട്, അതിനുള്ള സമാധാനം നിങ്ങൾ ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു.
ചില ആൾക്കാർക്ക് ജോബ്, കരിയർ, മാരേജ് ഇതിനെക്കുറിച്ചൊക്കെ ആയിരിക്കാം പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യുന്നത്. അതിലും ഒരു സമാധാനം ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഒത്തിരി ലോസസ് നിങ്ങൾ സഹിച്ചു നിങ്ങളുടെ ജീവിതത്തിൽ. ഇനി ആ ഒരു ലോസസ് എല്ലാം നികത്താൻ പോകുകയാണ് ദൈവം. ഇവിടെ ഈ ലൂപ്പ് പൊട്ടി നിങ്ങൾ പുറത്തു വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. യൂണിവേഴ്സാണ് നിങ്ങൾ അതിനു വേണ്ടി സഹായിക്കുന്നത്. ഇവിടെ കുറേ വർഷങ്ങളായിട്ട് നിങ്ങൾ ഫേസ് ചെയ്യുന്ന നെഗറ്റിവിറ്റി, ബ്ലാക്ക് മാജിക്ക്, ആ ഒരു പ്രശ്നത്തിൽ നിങ്ങൾ വിഷമിക്കുകയാണെങ്കിൽ അതിലൊരു പരിഹാരം ഉറപ്പായിട്ട് ഉണ്ടാവുക തന്നെ ചെയ്യും. ഇവിടെ 5 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാൻ സാധിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ 40 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കും ചില ആൾക്കാർക്ക്. ഇവിടെ നിങ്ങളുടെ കോൺഫിഡൻസ് കൂടുകയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുക നിങ്ങളുടെ ഉള്ളിൽ പോസിറ്റീവായിട്ടുള്ള ആ ഒരു ചേഞ്ചസ് വന്നു തുടങ്ങി എന്ന്. ഇത്ര തന്നെ വലിയ പ്രശ്നങ്ങളായാലും ഈ ഒരു പ്രശ്നങ്ങൾ ഉറപ്പായിട്ടും അവസാനിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂടിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യവും ഉണ്ടാവാതിരിക്കൂ. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഇവിടെ എന്ത് തന്നെ വലിയ പ്രോബ്ലം ആയാലും നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ആകുമ്പോൾ തന്നെ എന്ത് പ്രോബ്ലത്തിനും ഉള്ള ഉപായം നിങ്ങൾക്ക് ഉണ്ടാകും. അതായത് നിങ്ങളുടെ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ നിങ്ങളിലാണ് ഉള്ളത്. ഇവിടെ നിങ്ങളുടെ ലൈഫ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ നിങ്ങൾക്ക് ഒരു അച്ചീവ്മെൻറ്റ് പോലും ലൈഫിൽ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അത് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കുകയാണ്, ദൈവമേ ഇതെന്തൊരു ജീവിതമാണ്, ഇങ്ങനെ ഞാൻ ഒരു പാറ്റേൺ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന്. ഇവിടെ നിങ്ങളുടെ വിഷമം വേറെ ആർക്കും മനസ്സിലാവത്തില്ല. അനുഭവിക്കുന്നത് നിങ്ങൾക്ക് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ. ഇവിടെ സ്വയം നിങ്ങൾ മോശമായിട്ടാണ് നിങ്ങൾക്ക് ഫീലാകുന്നത്. പിന്നെ എങ്ങനെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ആൻസർ കൊടുക്കാൻ പറ്റും നിങ്ങൾ ഈ ഒരു പ്രശ്നമാണ് നേരിടുന്നത് എന്ന് പറഞ്ഞ്? ഇവിടെ നിങ്ങളുടെ വേദന, നിങ്ങളുടെ പ്രശ്നം എന്താണോ വേറെ ആരും മനസ്സിലാക്കിയില്ലെങ്കിലും ഈശ്വരൻ മനസ്സിലാകും. സ്വയം നിങ്ങളെ മജീഷ്യൻ്റെ ആ ഒരു പവറിൽ കൊണ്ടുവരേണ്ടത് നിങ്ങളുടെ ടാസ്ക്കാണ്. നിങ്ങൾ അതിൽ വന്നാൽ മാത്രമേ ഈ ഒരു പ്രോബ്ലത്തിൽ നിന്ന് പുറത്തു വരാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. ഇവിടെ എപ്പോഴാണോ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂടുന്നത് അപ്പോൾ നിങ്ങളുടെ റെക്കോർഡ് നിങ്ങൾ തന്നെ പൊട്ടിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്ത് ചേഞ്ചസിന് വേണ്ടിയാണോ നിങ്ങൾ കാത്തിരിക്കുന്ന ആ ഒരു ചേഞ്ചസ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. വിജയത്തിൻ്റെ പടികൾ നിങ്ങൾ കയറുക തന്നെ ചെയ്യും. പിന്നെ നിങ്ങളിൽ പല ആൾക്കാരും റീഡിംഗ് കാണുന്നത് കുറച്ച് സമയത്തേക്കുള്ള ഒരു ശാന്തിക്ക് വേണ്ടിയാണ്. അത് കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും പഴയ അവസ്ഥയാവും. അതുകൊണ്ട് അങ്ങനെ പാടില്ല. നിങ്ങൾ സ്വയം നിങ്ങളോട് അപരാധം ചെയ്യരുത്. എന്താണോ ഈ ഒരു പ്രൊഡക്ഷനിൽ പറയുന്ന ആ കാര്യം നിങ്ങൾ കേൾക്കുക. നിങ്ങളുടെ ആത്മവിശ്വാസം എന്താണോ അത് നിങ്ങൾ കൂട്ടുക. ഞാൻ പറഞ്ഞതുപോലത്തെ മെത്തേഡ്, അതായത് കണ്ണാടിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക, നല്ലത് സംസാരിക്കുക. നിങ്ങളുടെ ആത്മവിശ്വാസം കൂടിയാൽ മാത്രമേ ഈ ഒരു പാറ്റേണിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ബാലൻസ് ആയിട്ടൊരു ലൈഫ് ജീവിക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് ക്രൗണ് കൂടുതലായിട്ട് കാണാൻ സാധിക്കും ഇനി അങ്ങോട്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ ആ ഒരു പോയ സെൽഫ് റെസ്പെക്റ്റ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും തിരികെ ലഭിക്കുമെന്ന്. ഇനി നിങ്ങളുടെ ഹൃദയവും മനസ്സും ബാലൻസിൽ പോകും. എങ്കിൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ചേഞ്ചസിൽ നിങ്ങൾക്ക് വരാൻ സാധിക്കുകയുള്ളൂ. കൂടാതെ ഏകാഗ്രത ഉണ്ടാകും നിങ്ങൾക്ക്. അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ജോലിയിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നത്. ജോലിയിൽ കൂടുതൽ ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഫിനാൻഷ്യലി നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ. ഇവിടെ ഇനി നിങ്ങൾ അങ്ങോട്ട് കഠിനാധ്വാനവും ചെയ്യും. ഭാഗ്യത്തിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ലഭിക്കുകയും ചെയ്യും. ഇവിടെ ഗുരുവിൻ്റെ കൃപ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ വിജയത്തിൻ്റെ പടികൾ നിങ്ങൾ ഉറപ്പായിട്ടും കയറും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ മോശം ദിവസങ്ങൾ അവസാനിച്ചു. സഡനായിട്ട് നിങ്ങളുടെ ലൈഫിൽ നല്ല ഒരു ദിവസം ഉണ്ടാവുന്നതാണ്. ഇവിടെ ഓപ്പർച്യൂണിറ്റീസിൻ്റെ വെയിറ്റിങ്ങിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു അവസരം നിങ്ങൾക്ക് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഫസ്റ്റ് പ്രയോറിറ്റി എന്തിനാണ് കൊടുക്കേണ്ടത് എന്നുള്ള ടാർഗറ്റ് നിങ്ങൾ ആദ്യം ഉണ്ടാക്കണം. എന്നിട്ട് അതിനു വേണ്ടി ശ്രമിക്കുക. ആ ഒരു സിറ്റുവേഷനിൽ ചേഞ്ച് കൊണ്ടുവരുവാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾ. ഇവിടെ നിങ്ങളുടെ ആ ഒരു ഹെൽത്ത് ഇഷ്യൂ എന്താണ് എന്നുള്ളത് മറ്റുള്ളവരോടൊന്നും നിങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല. ആർക്കും മനസ്സിലാക്കാനും സാധിക്കുന്നില്ല. ആ ഒരു ഹെൽത്ത് ഇഷ്യൂ ഉറപ്പായിട്ടും ദൈവം മനസ്സിലാക്കുന്നുണ്ട്. അത് മാത്രം നിങ്ങൾ വിചാരിക്കുക. കൂടാതെ നിങ്ങളുടെ ഏകാഗ്രത അത് ഇനി കൂടുക തന്നെ ചെയ്യും. ഇവിടെ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമായിട്ട് നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ സാധിക്കും ദൈവമുണ്ട്, അത് ആ വ്യക്തി എന്നെ അത്രമാത്രമാണ് വേദനിപ്പിച്ചത്, അതുകൊണ്ടാണ് ആ വ്യക്തിക്ക് അവർ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം ലഭിച്ചതെന്ന് നിങ്ങൾ സ്വയം പറയും. ഈ ഒരു കാര്യത്തിൽ നല്ല ഒരു ന്യായമാണ് നിങ്ങൾക്ക് ലഭിച്ചതെന്ന് നിങ്ങൾക്ക് സ്വയം തോന്നും.
ഇവിടെ ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങളുടെ ആ ഒരു പരീക്ഷയാണ്. ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾ നേരിടുന്ന ഒരു പരീക്ഷയാണ്. അതിൻ്റെ ആ ഒരു റിസൾട്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫേവറായിട്ട് തന്നെ ഉണ്ടാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് എത്രത്തോളം ശക്തിയുണ്ട് ഈ ഒരു പരീക്ഷ നേരിടാൻ എന്നാണ് ദൈവം നോക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ ഒരു സാഹചര്യങ്ങളെല്ലാം ഇങ്ങനെ ക്രിയേറ്റ് ആയിരിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ. ഒരു ലൂപ്പിൽ നിങ്ങൾ അകപ്പെട്ട് അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റാതെ ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ റീഡിങ്ങിലൂടെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എന്താണോ നിങ്ങളുടെ സാഹചര്യം അതിനെ കുറച്ചും കൂടെ നല്ലതായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്നിട്ട് എവിടെയാണ് നിങ്ങൾക്ക് പാകപ്പിഴ പറ്റിയത് എന്ന് നോക്കുക. എന്നിട്ട് അത് ശരിയാക്കാൻ നോക്കുക. പിന്നെ നിങ്ങളുടെ ഏകാഗ്രത അത് കൂട്ടുക. നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എന്തോ ഒരു ഗുഡ് ന്യൂസ് ലഭിക്കും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളോട്. അപ്പോൾ ഒരു ഗുഡ് ന്യൂസ് സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായി ഇരുന്നോളൂ നിങ്ങൾ. കൂടാതെ സഡനായിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്തോ നല്ലത് സംഭവിക്കും. ഗുരുവിൻ്റെ ആ ഒരു ബ്ലെസ്സിങ് നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് എന്തോ ഒരു നല്ല കാര്യം സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.